നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 2004 മുതൽ 2024 ജൂൺ വരെ NTA UGC നടത്തിയ നെറ്റ് പരീക്ഷയുടെ ഫോക്ലോറിൻ്റെ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള, അതായത് പ്രസ്താവനകളായിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അതല്ലാതെ നേരിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. വടക്കൻ പാട്ടുകളെന്ന് ആദ്യം പ്രയോഗിച്ചത്. വടക്കൻ പാട്ടുകളെന്ന് ആദ്യം പ്രയോഗിച്ചത് ആര്? ചേലനാട്ട് അച്യുതമേനോൻ. ചേലനാട്ട് അച്യുതമേനോനാണ് വടക്കൻ പാട്ടുകളെന്ന് ആദ്യമായിട്ട് പ്രയോഗിച്ചത്. പുരാതന പാട്ടുകൾ എന്ന ഗ്രന്ഥം ആരുടേത്? പുരാതന പാട്ടുകൾ എന്ന ഗ്രന്ഥം ആരുടേത് എന്നുള്ളത് 2 പ്രാവശ്യം 3 പ്രാവശ്യവും ചേരുംപടിയിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നും ചോദ്യമായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നസ്രാണികളുടെ നാടോടി പാട്ടുകളാണത്. നസ്രാണികളുടെ നാടോടി പാട്ടുകൾ എന്നതാണ് ഓപ്ഷനിലുണ്ടായിരുന്ന ഉത്തരം. ഇത് എഴുതിയിരിക്കുന്നത് PM ലൂക്കാസാണ്. PM ലൂക്കാസാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചെങ്ങന്നൂർ ആദിപ്പാട്ട് പ്രചാരത്തിലിരിക്കുന്നത്. ചെങ്ങന്നൂർ ആദിപ്പാട്ട് പ്രചാരത്തിലിരിക്കുന്നത് ഏത് സമുദായത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ചെങ്ങന്നൂർ ആദിപ്പാട്ട് തെക്കൻ പാട്ടാണ്. പ്രചാരത്തിലിരിക്കുന്നത് ചെങ്ങന്നൂരിലെ പുലയ സമുദായത്തിൽ. ചെങ്ങന്നൂരിലെ പുലയ സമുദായത്തിലാണ് ചെങ്ങന്നൂർ ആദിപ്പാട്ട് പ്രചാരത്തിലിരിക്കുന്നത്. അടുത്തത് 2 പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ബാലാഡ്സ് ഓഫ് നോർത്ത് മലബാർ. ബാലാഡ്സ് ഓഫ് നോർത്ത് മലബാർ അത് ആരുടെ പ്രസിദ്ധീകരണമാണ്? അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ്? അത് പ്രസിദ്ധീകരിച്ചത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. മദിരാശി സർവകലാശാലയാണ് ബാലാഡ്സ് ഓഫ് നോർത്ത് മലബാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് എഴുതിയത് ചേലനാട്ട് അച്യുതമേനോനാണ്. അടുത്ത ചോദ്യം, ഫോക്ലോർ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത്. ഫോക്ലോർ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോക്ലോർ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, നാടുഗദ്ദിക എന്ന നാടകത്തിൻ്റെ പ്രമേയം. നാടുഗദ്ദിക എന്ന നാടകത്തിൻ്റെ പ്രമേയമെന്ത്? നാടുഗദ്ദിക എഴുതിയിരിക്കുന്നത് KJ ബേബിയാണ്. പ്രമേയം ചൂഷണം ചെയ്യപ്പെടുന്ന വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമാണ് പ്രമേയം. ഈ നാടുഗദ്ദിക എന്ന നാടകം കൂടാതെ മാവേലി മൺറം എന്ന് പറഞ്ഞ് ഇതേ പ്രമേയം വരുന്ന ഒരു നോവൽ കൂടിയുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലുണ്ട്. അധികം ആരും വായിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തൊരു നോവൽ എന്നുള്ള രീതിയിലൊക്കെ കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ അത് UGCയുടെ ഒരു ചോദ്യമായിരുന്നു മുൻപ്. നോവലാണ്. ബസ്പുർഖാന എന്നാണ് ആ നോവലിൻ്റെ പേര്. ബസ്പുർഖാന. അടുത്ത ചോദ്യം, നാട്ടരങ്ങ്. നാട്ടരങ്ങ് ചേരുംപടിയിൽ വരുന്ന ചോദ്യമാണ് ഇനി പറയുന്നത്. നാട്ടരങ്ങ് G. ഭാർഗവൻ പിള്ള. G. ഭാർഗവൻ പിള്ള. തോറ്റം പാട്ടുകൾ. തോറ്റം പാട്ടുകൾ. തോറ്റം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്നാണ് അർത്ഥമാക്കുന്നത്. MV വിഷ്ണു നമ്പൂതിരി. MV വിഷ്ണു നമ്പൂതിരി. ഇടനാടൻ പാട്ട്. ഇടനാടൻ പാട്ട് KR
സജിത. KR സജിത. വലവീശു പുരാണം. വലവീശു പുരാണം സാംബ ശിവശാസ്ത്രികൾ. വലവീശു പുരാണം സാംബ ശിവശാസ്ത്രികൾ. വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. MC അപ്പുണ്ണി നമ്പ്യാർ. ഈ വടക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനിൽ പേഴ്സി മക്വീനും വരും. പേഴ്സി മക്വീൻ. തച്ചോളിപ്പാട്ടുകൾ. തച്ചോളിപ്പാട്ടുകൾ ഗുണ്ടർട്ടാണ്. തച്ചോളിപ്പാട്ടുകൾ എഴുതിയത് ഗുണ്ടർട്ട്. മുൻപ് പറഞ്ഞതാണ് പുരാതന പാട്ടുകൾ. PL ലൂക്കാസ്. PL ലൂക്കാസ്. പഴഞ്ചൊൽ പ്രപഞ്ചം. പഴഞ്ചൊൽ പ്രപഞ്ചം PC കർത്ത. PC കർത്തയുടേതാണ് പഴഞ്ചൊൽ പ്രപഞ്ചം. 4000 പഴഞ്ചൊല്ലുകൾ. 4000 പഴഞ്ചൊല്ലുകൾ വേലായുധൻ പണിക്കശ്ശേരി. വേലായുധൻ പണിക്കശ്ശേരി. മലയാള ശൈലീ നിഘണ്ടു. മലയാള ശൈലീ നിഘണ്ടു രാമലിംഗം പിള്ള. രാമലിംഗം പിള്ള. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേരുംപടിയിലെ ചോദ്യങ്ങളാണ്. അതിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചവയാണ് എഴുതി വച്ചിരിക്കുന്നത്. തെക്കൻ പാട്ടുകൾ കുഞ്ഞുകൃഷ്ണൻ നാടാർ. തെക്കൻ പാട്ടുകൾ കുഞ്ഞുകൃഷ്ണൻ നാടാർ. പഴയ പാട്ടുകൾ CP ഗോവിന്ദപിള്ള. പഴയ പാട്ടുകൾ CP ഗോവിന്ദപിള്ള. വടക്കൻ പാട്ടുകൾ പേഴ്സി മക്വീൻ. വടക്കൻ പാട്ടുകൾ പേഴ്സി മക്വീൻ. ഇടനാടൻ പാട്ട്. ഇടനാടൻ നേരത്തെ പറഞ്ഞിരുന്നു, അതുതന്നെയാണ് ഇടനാടൻ പാട്ട്. KR സജിത. കേരളത്തിലെ കാളി സേവ. കേരളത്തിലെ കാളി സേവ ചേലനാട്ട് അച്യുതമേനോൻ. കേരളത്തിലെ കാളി സേവ ചേലനാട്ട് അച്യുതമേനോൻ. കേരള ഭാഷാഗാനങ്ങൾ ചിറക്കൽ ബാലകൃഷ്ണൻ നായർ. കേരള ഭാഷാഗാനങ്ങൾ ചിറക്കൽ ബാലകൃഷ്ണൻ നായർ. മലബാറിലെ പാണപ്പാട്ടുകൾ. മലബാറിലെ പാണപ്പാട്ടുകൾ G ഭാർഗവൻ പിള്ള. G ഭാർഗവൻ പിള്ള. ഇത്രയും ചേരുംപടിയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ ചേരുംപടിയിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ കൂടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഫോക്ലോറിൽ നിന്നുള്ള ചേരുംപടി കേരളത്തിലെ കാളി സേവ ചേലനാട്ട്. കേരളത്തിലെ നാടോടി നാടകങ്ങൾ SK നായർ. കേരളത്തിലെ നാടോടി നാടകങ്ങൾ SK നായർ. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. കാക്കരിശ്ശി നാടകം G ഭാർഗവൻ പിള്ള. കാക്കരിശ്ശി നാടകം G ഭാർഗവൻ പിള്ള. ഫോക്ലോർ രാഘവൻ പയ്യനാട്. ഫോക്ലോർ രാഘവൻ പയ്യനാട്. മുഖദർശനം. മുഖദർശനം MV വിഷ്ണു നമ്പൂതിരി. MV വിഷ്ണു നമ്പൂതിരി. മതിലേരിക്കന്നി. മതിലേരിക്കന്നി CH കുഞ്ഞിരാമൻ നമ്പ്യാർ. മതിലേരിക്കന്നി CH കുഞ്ഞിരാമൻ നമ്പ്യാർ. ചിലമ്പിട്ട ഓർമ്മകൾ. ചിലമ്പിട്ട ഓർമ്മകൾ കുട്ടമത്ത് A ശ്രീധരൻ നായർ. കുട്ടമത്ത് A ശ്രീധരൻ. ചിലമ്പിട്ട ഓർമ്മകൾ കുട്ടമത്ത് A ശ്രീധരൻ. ഈ 2-3 പ്രാവശ്യമായി ചോദിച്ചതാണ്. കാക്കരിശ്ശി നാടകം G ഭാർഗവൻ പിള്ളയുടേത്. ഫോക്ലോർ നിഘണ്ടു 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. MV വിഷ്ണു നമ്പൂതിരിയുടേതാണ്. ഫോക്ലോർ നിഘണ്ടു
MV വിഷ്ണു നമ്പൂതിരി. കേരള ഭാഷാഗാനങ്ങൾ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. കേരള ഭാഷാഗാനങ്ങൾ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. മലബാറിലെ പാണപ്പാട്ടുകൾ. മലബാറിലെ പാണപ്പാട്ടുകൾ ജി ഭാർഗവൻ പിള്ള. ജി ഭാർഗവൻ പിള്ള. മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ. മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ. ഗുണ്ടർട്ടിൻ്റെ സ്വതന്ത്ര രചന ഏത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമുണ്ടായിരുന്നു. നിഘണ്ടു, പഴഞ്ചൊൽമാല, മറ്റ് കൃതികൾ കൂടി, കേരളോൽപ്പത്തി, ഇങ്ങനെ നൽകിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. 1896 ബാസൽ മിഷൻ പുറത്തിറക്കിയ പഴഞ്ചൊൽമാലയാണ് ഗുണ്ടർട്ടിൻ്റെ സ്വതന്ത്ര രചന. ഗുണ്ടർട്ടിൻ്റെ സ്വതന്ത്ര രചന. അടുത്ത ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. മലയാള പഴഞ്ചൊല്ലുകൾ ആദ്യം സമാഹരിച്ചത്. മലയാള പഴഞ്ചൊല്ലുകൾ ആദ്യം സമാഹരിച്ചത് പൗലിനോസ് പാതിരിയാണ്. പൗലിനോസ് പാതിരിയാണ്. അത് പുസ്തകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഗഡിയ മലബാറിക്ക. 1791 അഗഡിയ മലബാറിക്ക എന്ന കൃതി പൗലിനോസ് പാതിരിയുടേതായിട്ട് പുറത്തു വരുന്നത്. ഇത് അച്ചടിച്ചത് എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ചോദ്യം വന്നിട്ടുണ്ട്. അച്ചടിച്ചത് റോമിലാണ്. റോമിലാണ് അഗഡിയ മലബാറിക്ക അച്ചടിച്ചത്. ഫോക്ലോർ സംബന്ധിച്ച പ്രഥമ ഗ്രന്ഥം ഏതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അഗഡിയ മലബാറിക്കയാണ്. കേരളത്തിലെ വാഗ്മയങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം. അഗഡിയ മലബാറിക്കയിലെ പ്രതിപാദ്യം എന്ത്? കേരളത്തിലെ വാഗ്മയങ്ങൾ, സസ്യ സമ്പത്ത്, പഴഞ്ചൊല്ലുകൾ, ഇങ്ങനെയുള്ള ഓപ്ഷനുകളാണ് നൽകിയിരുന്നത്. കേരളത്തിലെ വാഗ്മയങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വന്നത്. ഇനി ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഫോക്ലോറിൻ്റെ ഭാഗത്തു നിന്നുള്ള 4-5 പ്രാവശ്യമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിള പാട്ടുകളെക്കുറിച്ച് ഇന്ത്യൻ ആൻറ്റിക്വറിയിൽ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ച വിദേശി. മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിള പാട്ടുകളെക്കുറിച്ച് ഇന്ത്യൻ ആൻറ്റിക്വറിയിൽ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ച വിദേശി ആര്? എഫ് ഫോസറ്റാണ്. എഫ് ഫോസറ്റാണ് ഉത്തരം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എടക്കൽ ഗുഹയുടെ പ്രാധാന്യം കണ്ടെത്തിയത്. എടക്കൽ ഗുഹയുടെ പ്രാധാന്യം കണ്ടെത്തിയതിലെ വിദേശി എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. എഫ് ഫോസറ്റ്. അങ്ങനെയാണ്. ചിലപ്പോൾ അക്ഷരങ്ങളൊക്കെ ഫാസറ്റ്, ഫാസ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കാം. എല്ലാം എഫ് ഫോസറ്റാണ്. അടുത്തത് നാടോടി നാടകങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്തയാൾ. നാടോടി നാടകങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്തത് SK നായരാണ്. ഫോക്ക് ഡ്രാമാസ് ഓഫ് കേരള എന്നുള്ളതാണ് SK നായരുടെ ആ ഒരു ഗവേഷണ പ്രബന്ധം. കേരളത്തിലെ നാടോടി നാടകങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ മലയാള വിവർത്തനം വരിക. ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യമായി PhD നേടിയ 2 പേരിൽ ഒരാളാണ് SK നായർ. മറ്റൊരാൾ ഡോക്ടർ KM ജോർജ് ആണ്. രാമചരിതത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം. SK നായർ തന്നെയാണ്. അതുപോലെ തന്നെ ഭദ്രമ്മ. ഈ 2 പേരാണ് ആദ്യമായിട്ട് മദ്രാശി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംലിറ്റും PhDയും നേടിയ 2 പേർ എന്ന് പറഞ്ഞ ഒരു UGCയുടെ ചോദ്യമുണ്ട്. അതിലും ഉത്തരമായിട്ട് വരുന്നത് SK നായർ, ഭദ്രമ്മ എന്നിവരാണ്. ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവേഷണത്തിൽ അല്ലെ PhD നേടിയവർ എന്ന് വന്നാൽ അത് SK നായരും ഡോക്ടർ KM ജോർജുമാണ്. അടുത്ത ചോദ്യം 400-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മാപ്പിളപ്പാട്ട് കൃതി. 400-ാം പിറന്നാൾ കഴിഞ്ഞു പോയി, അത് ആഘോഷിക്കുന്നത് ഇപ്പോൾ 420 ആയിട്ടുണ്ടാവും. മാപ്പിളപ്പാട്ട് കൃതി ഏത്? മുഹ്യുദ്ദീൻ മാലയാണ്.
മുഹ്യുദ്ദീൻ മാല. അടുത്തത്, മാപ്പിളപ്പാട്ട് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം എന്ത്? മാപ്പിളപ്പാട്ട് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം എന്താണ്? അപ്പോൾ അതിൻ്റെ ഓപ്ഷനിലുണ്ടായിരുന്ന അറബി ലിപി, അറബി വാക്കുകൾ, മലയാളം, അറബി, അങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷനുകളാണ്. ഉത്തരമായിരുന്നത് അറബി വാക്കുകൾ എന്നുള്ളതാണ്. അറബി ലിപിയല്ല, അത് ചോദ്യത്തിലുണ്ട്. അറബി വാക്കുകൾ എന്നുള്ളതാണ് മാപ്പിളപ്പാട്ട് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം. അടുത്ത ചോദ്യം പുള്ളുവൻ പാട്ടുമായി ബന്ധപ്പെട്ടാണ്. പുള്ളുവൻ പാട്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്തിനു വേണ്ടിയാണ്? കാളിപ്രീതി, ചരമം, വിവാഹം, സർപ്പശാന്തിക്ക്. കാളിപ്രീതി, ചരമം, വിവാഹം, സർപ്പശാന്തിക്ക് എന്നുള്ളതാണ് ചോദ്യം. സർപ്പശാന്തിക്ക് എന്നുള്ളതാണ് ഉത്തരം. സർപ്പശാന്തിക്ക് എന്നുള്ളതാണ് പുള്ളുവന്മാർ പാടുന്ന പാട്ട് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദാരികവധം കഴിഞ്ഞു വരുന്ന കാളിയുടെ കലിയടക്കാൻ ശിവൻ ശ്രമിക്കുന്നതും ഭടജനങ്ങളെ കൊണ്ട് കോലം കെട്ടി ആടിക്കുന്നതും. ദാരികവധം കഴിഞ്ഞു വരുന്ന കാളിയുടെ കലിയടക്കാൻ ശിവൻ ശ്രമിക്കുന്നതും ഭടജനങ്ങളെ കൊണ്ട് കോലം കെട്ടി ആടിക്കുന്നതും. മുടിയേറ്റിലാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം നടക്കുന്നത്. മുടിയേറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ടതായിട്ടുള്ള അനുഷ്ഠാന കലകളിലൊന്നാണ്. എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യം വെച്ച് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് മുടിയേറ്റ്. വിശദമായൊരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മലയാളത്തിലെ പഴയ പാട്ടുകൾ മുൻപ് പറഞ്ഞ ചോദ്യമാണ്, അത് വീണ്ടും ആവർത്തിച്ചതാണ്. CP ഗോവിന്ദപിള്ള. ഇനി അടുത്ത ചോദ്യം, ഉലകുട പെരുമാൾ പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട്, പുരുഷാദേവി അമ്മ പാട്ട് എന്നിവ ഉൾക്കൊള്ളുന്ന ഗണം. ഉലകുട പെരുമാൾ പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട്, പുരുഷാദേവി അമ്മ പാട്ട് എന്നിവ ഉൾക്കൊള്ളുന്ന ഗണം. തെക്കൻ പാട്ട്, വടക്കൻ പാട്ട് തുടങ്ങിയ രീതിയിലുള്ള ഇതൊക്കെയാണ് വന്നിരുന്നത്, ഓപ്ഷനിൽ വന്നിരുന്നത്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് തെക്കൻ പാട്ട് എന്നുള്ളതാണ്. തെക്കൻ പാട്ടാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. ഈ ഉലകുട പെരുമാൾ പാട്ട്, ഉലകുട പെരുമാളിനെയാണ് നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിരിക്കുന്ന ഒരു തിരുവിതാംകൂർ രാജാവായിട്ട്. അതിനെക്കുറിച്ചും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർക്കണം. ഉലകുട പെരുമാൾ പാട്ട് മധുരയ്ക്ക് സമീപം വാണിരുന്ന ഉലകുട പെരുമാളിൻ്റെ കുറിച്ചുള്ള അദ്ദേഹത്തിനെ കുറിച്ച് അപദാനങ്ങളായിട്ട് പാടുന്നതാണ്. ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ പാടുന്ന പാട്ടുകൾ. അതുകൊണ്ടാണ് തെക്കൻ പാട്ടായി നമ്മൾ പറയുന്നത്. അഞ്ചു തമ്പുരാ പാട്ട് എന്ന് പറഞ്ഞാൽ അത് അഞ്ച് തമ്പുരാക്കളുടെ കഥയാണ്. ഐവർ രാസാക്കൾ കഥ എന്നാണ് ആ പാട്ടുകഥ. അഞ്ചു തമ്പുരാൻ പാട്ട് എന്നറിയപ്പെടുന്നു. അപ്പം തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ തമ്മിലുള്ള അന്തചിത്രത്തെ കുറിച്ചാണ് ഈ പാട്ടിനകത്ത് പ്രകീർത്തിക്കുന്നത്. അടുത്തത് പുരുഷാദേവി അമ്മ പാട്ടാണ്. അത് ചെമ്പൻമുടി മന്നൻ എന്ന രാജാവും നെയ്യാറ്റിൻകര പെണ്ണരശു നാട്ടിലെ പുരുഷാദേവിയും തമ്മിലുള്ള യുദ്ധത്തെയാണ് പാടുന്നത്. ചെമ്പൻമുടി മന്നൻ എന്ന രാജാവും നെയ്യാറ്റിൻകര പെണ്ണരശു നാട്ടിലെ പുരുഷാദേവിയും തമ്മിലുള്ള യുദ്ധമാണ് ഇതിലെ പ്രതിപാദ്യം. ഇനി നമ്മൾ മറ്റ് ഈ ഒരു തെക്കൻ പാട്ട് വിഭാഗത്തിൽപ്പെടുന്നവയും കൂടി ഒന്ന് സൂചിപ്പിക്കാം. കന്നഡിയാൻ പോര്, മാടമ്പു കഥ, പെരുങ്കുളത്ത് പോരും, ഏർവാടിപ്പോരും, ഇരവിക്കുട്ടി പിള്ളപ്പോര്, പഞ്ചവൻ കാട്ടുനീലിയുടെ പാട്ട്. പിന്നെ രാമകഥപ്പാട്ടിനെ ഉള്ളൂർ തെക്കൻ പാട്ട് വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാമകഥപ്പാട്ടിനെ. അടുത്തതൊരു കാലക്രമത്തിൻ്റെ ചോദ്യമായിരുന്നു. കാലക്രമം പാലിക്കുന്ന ഗണം എഴുതുക എന്നുള്ളതാണ്. പഴഞ്ചൽമാല മലയാള ശൈലി നിഘണ്ടു
4000 പഴഞ്ചൊല്ലുകൾ സെൻറ്റം, അഗടിയ, മലബാറിക്ക. ഇതാണ് നൽകിയിരുന്നത്. പഴഞ്ചൊൽമാല, മലയാള ശൈലി നിഘണ്ടു, 4000 പഴഞ്ചൊല്ലുകൾ സെൻറ്റം, അഗടിയ, മലബാറിക്ക. ഇത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ആരെഴുതി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനകത്ത് കാലക്രമം വരുന്നത്, ആദ്യം വരിക സെൻറ്റം, അഗടിയ, മലബാറിക്ക തന്നെയാണ്. മുൻപ് പറഞ്ഞിരുന്നു 1791 അത് പ്രസിദ്ധീകൃതമായതെന്ന് പറഞ്ഞിരുന്നു. അതിൽ 100 മലയാളം ചൊല്ലുകളും അതിൻ്റെ ലത്തീൻ പരിഭാഷയുമാണ് പ്രതിപാദ്യം. 100 മലയാളം ചൊല്ലുകൾ അതിൻ്റെ ലത്തീൻ പരിഭാഷയാണ്. അത് സമ്പാദിച്ചത് പൗലിനോസ് പാതിരിയാണ്. പ്രസിദ്ധീകൃതമായിരിക്കുന്നത് റോമിലാണ്. അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. കേരളത്തിലെ വാഗ്മയങ്ങളാണ് അതിലെ പ്രതിപാദ്യമായിട്ട് വന്നത്. മലയാളം ലത്തീൻ ഗ്രന്ഥമാണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ആദ്യത്തെ പഴഞ്ചൊൽ സമാഹാരം കൂടിയാണ് അഗടിയ, മലബാറിക്ക. രണ്ടാമതായിട്ട് വരുന്നത് പഴഞ്ചൊൽ മാലയാണ്. 1896 പഴഞ്ചൊൽ മാല. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ബാസൽ മിഷനാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ ഗുണ്ടർട്ടിൻ്റെ സ്വതന്ത്ര രചനയാണ് പഴഞ്ചൊൽമാല. 1845 മംഗലാപുരത്ത് ബാസൽ മിഷനിൽ പ്രസ്സിലാണ് അച്ചടിച്ചത്. പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ച് ക്രൈസ്തവ മതതത്വങ്ങൾ വിശദീകരിക്കുന്നു. പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ച് ക്രൈസ്തവ മതതത്വങ്ങൾ വിശദീകരിക്കുന്നു. ഇത് കണ്ടെടുത്തത് ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്നാണ്. ട്യൂബിംഗൻ സർവകലാശാല ലൈബ്രറിയുടെ ശേഖരത്തിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടുള്ള പുസ്തകമാണ്. സ്കറിയ സക്കറിയ സാറാണ് അവിടെ ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്ന് ഇതുപോലുള്ള പ്രാചീനമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും കണ്ടെടുത്തിട്ടുള്ളത്. മലയാള ശൈലീ നിഘണ്ടു 1937 ടി രാമലിംഗം പിള്ള. മലയാള ശൈലീ നിഘണ്ടു 1937 ടി രാമലിംഗം പിള്ള അദ്ദേഹത്തിൻ്റേതാണത്. ഇംഗ്ലീഷ് മലയാള നിഘണ്ടുവാണ് ആ ഒരു നിഘണ്ടു. അടുത്തത് 4000 പഴഞ്ചൊല്ലുകളാണ്. മുൻപ് ഞാൻ അത് എഴുതിയത് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്. വേലായുധൻ പണിക്കശ്ശേരിയാണ് അത് എഴുതിയിരിക്കുന്നത്. 1965 അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് 4ാമത് വരും. അപ്പോൾ സെൻറ്റം, അഗടിയ, മലബാറിക്ക, പഴഞ്ചൊൽ മാല, മലയാള ശൈലീ നിഘണ്ടു, അതുപോലെ 4000 പഴഞ്ചൊല്ലുകൾ. ഇതാണ് കാലക്രമത്തിൽ വന്നിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പയ്യന്നൂർ പാട്ടുമായി ഉറ്റ ബന്ധമുള്ള അനുഷ്ഠാന കല. പയ്യന്നൂർ പാട്ടുമായി ഉറ്റ ബന്ധമുള്ള അനുഷ്ഠാന കല ഏത്? വണ്ണാൻ കൂത്താണ്. വടക്കൻ കേരളത്തിൽ കണ്ണൂരിലാണ് ഈ ഒരു അനുഷ്ഠാന കലയുള്ളത്. വണ്ണാൻ കൂത്ത്. അത് പയ്യന്നൂർ പാട്ടുമായിട്ടാണ് ഉറ്റ ബന്ധമുള്ളത്. ഇനി തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം എന്ത് എന്ന് ചോദിച്ച് റിപ്പീറ്റഡ് ആയിട്ടൊരു ചോദ്യമാണിത്. തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം ഏതിൽ നിന്നെടുത്തതാണെന്നുള്ളതാണ്. അധ്യാത്മരാമായണം, അതുപോലെ തന്നെ മഹാഭാരതം, അങ്ങനെയൊക്കെ ഓപ്ഷനിൽ കാണാം. തമിഴ് രാമായണം കൊടുക്കാറുണ്ട്. കമ്പരാമായണമാണ് ഉത്തരം. കമ്പരാമായണമാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ പറയുന്നു എന്നിങ്ങനെ ആരംഭിക്കുന്നതും എന്നു പറഞ്ഞു നടന്നവനും എന്ന രീതിയിൽ അവസാനിക്കുന്നതുമായ ഗീതങ്ങൾ. അപ്പോൾ പറയുന്നു എന്ന് ആരംഭിക്കുന്നു, എന്നു പറഞ്ഞു നടന്നവനും എന്ന് അവസാനിക്കുന്നു. ഇങ്ങനെ വരുന്ന ഗീതങ്ങൾ ഏതാണ്? ഓപ്ഷനിലുണ്ടായിരുന്നത് നാടോടി നാടകങ്ങളുടെ സംഭാഷണം, നാടോടി കഥകളിലെ സംഭാഷണം, വീരാരാധന ഗീതങ്ങളുടെ മാത്രം രീതി, വടക്കൻ പാട്ടുകളുടെ മാത്രം രീതി എന്നിവയാണ്. ഇവിടെ വടക്കൻ പാട്ടുകളുടെ മാത്രം രീതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് കാക്കരിശ്ശി നാടകം ഏത് വിഭാഗത്തിൽപ്പെടുത്താം? കാക്കരിശ്ശി നാടകം ഏത് വിഭാഗത്തിൽപ്പെടുത്താം? നാടോടി പ്രഹസനം, അനുഷ്ഠാന നാടകം, കാളി നാടകം, അനുഷ്ഠാന കല. കാക്കരിശ്ശി നാടകം നാടോടി പ്രഹസനമാണ്. നാടോടി പ്രഹസനമാണ്.
ഫോക്ലോറിനെ സ്വതന്ത്രമായ പഠനമാക്കി തീർത്തത്. ഫോക്ലോറിനെ സ്വതന്ത്രമായ പഠനമാക്കി തീർത്തത് ഗ്രിം സഹോദരന്മാരാണ്. ഗ്രിം സഹോദരന്മാരാണ്. കേരള ഭാഷാഗാനങ്ങൾ. ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. കേരള ഭാഷാഗാനങ്ങൾ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. മുൻപ് ഞാനത് ഒന്ന് പറഞ്ഞിരുന്നു. പുള്ളുവൻ പാട്ട്. പുള്ളുവൻ പാട്ട് ഒരു ഓപ്ഷൻ ചെരുമ്പടിയിലുള്ളതാണ്. നാവേറ്. നാവേറ്. മതാത്മക ഗാനം ഏതിലേതു വരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മതാത്മകമായ ഗാനം. മതാത്മക ഗാനമാണ് ഡാഷ്. ചിമ്മാനക്കളിപ്പാട്ട്, ഊഞ്ഞാൽ പാട്ട്, വടക്കൻ പാട്ട്, തോറ്റം പാട്ട്. ഉത്തരം നിങ്ങൾക്കറിയാം. തോറ്റം പാട്ടാണ്. മതാത്മക ഗാനം തോറ്റം പാട്ടാണ്. വേട്ടയ്ക്കൊരു മകൻ പുരാവൃത്തവും അനുഷ്ഠാനവും. വേട്ടയ്ക്കൊരു മകൻ പുരാവൃത്തവും അനുഷ്ഠാനവും എഴുതിയത് വൈ വി കണ്ണനാണ്. വൈ വി കണ്ണൻ. പയ്യന്നൂർ പാട്ട് എഴുതിയത് പി ആൻ്റണി. പയ്യന്നൂർ പാട്ട് പി ആൻ്റണി. കുട്ടനാടിൻ്റെ തനിമയും പാട്ടുകളും. കുട്ടനാടിൻ്റെ തനിമയും പാട്ടുകളും കാവാലം വിശ്വനാഥക്കുറുപ്പ്. കാവാലം വിശ്വനാഥക്കുറുപ്പ്. തുയിലുണർത്തുപാട്ട് പാടുന്നത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തുയിലുണർത്തുപാട്ട് പാടുന്നത് പാണർ. തുയിലുണർത്തുപാട്ട് പാടുന്നത് പാണർ. ആദ്യത്തെ മലയാള പഴഞ്ചൊൽ സമാഹാരം വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെൻറ്റം അഗഡിയ മലബാറിക്ക. ഫോക്ലോറിലെ സ്ത്രീ സ്വത്ത് നിർമ്മിതി. ഫോക്ലോറിലെ സ്ത്രീ സ്വത്ത് നിർമ്മിതി എന്ന കൃതി പി വസന്തകുമാരി. പി വസന്തകുമാരിയുടേതാണ്. ഇരവിക്കുട്ടിപ്പിള്ള പോര്. ഇരവിക്കുട്ടിപ്പിള്ള പോര് തെക്കൻ പാട്ടാണ്. തെക്കൻ പാട്ടിൻ്റെ വിഭാഗത്തിൽ വരുന്നു. അണ്ണാവിപ്പാട്ട്. അണ്ണാവിപ്പാട്ട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ അണ്ണാവി വർഗ്ഗക്കാർ പാടിയിരുന്ന പാട്ട്. തമിഴ്നാട്ടിലെ അണ്ണാവി വർഗ്ഗക്കാർ പാടിയിരുന്ന പാട്ട്. മതിലേരിക്കന്നി. മതിലേരിക്കന്നി പ്രത്യേകത എന്ത്? വടക്കൻ പാട്ടിലെ ഒറ്റപ്പാട്ടാണ്. മതിലേരിക്കന്നി വടക്കൻ പാട്ടിലെ ഒറ്റപ്പാട്ടാണ്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് 2-3 പ്രാവശ്യം ഏത് വിഭാഗം എന്ന് ചോദിച്ചിട്ടുണ്ട്. തെക്കൻ പാട്ടാണ്. മാർഗം കളി ക്രിസ്തീയ കലാരൂപത്തിൽപ്പെടുന്നു. മാർഗം കളി ക്രിസ്തീയ കലാരൂപം. കവി കെട്ടുമുറയെ അടിസ്ഥാനമാക്കി എഴുതിയ നാടോടി വിജ്ഞാനീയ കൃതി. കവി കെട്ടുമുറയെ അടിസ്ഥാനമാക്കി എഴുതിയ നാടോടി വിജ്ഞാനീയ കൃതി ഏത്? വടക്കൻ പാട്ടുകളുടെ പണിയാല. വടക്കൻ പാട്ടുകളുടെ പണിയാല. എം ആർ രാഘവ വാര്യർ. എം ആർ രാഘവ വാര്യർ. ചുവടുവെപ്പും പാട്ടും ചെരുമ്പടിയിലുള്ളതാണ്. കുത്തിയോട്ടം. ചുവടുവെപ്പും പാട്ടും കുത്തിയോട്ടം. 4 പാദം പാന കളി. റിപ്പീറ്റഡ് ചോദ്യമാണ്. ചെരുമ്പടിയിലുണ്ടായിരുന്നതാണിത്. 4 പാദം പാന കളി. യാത്രക്കളിപ്പാട്ട്. യാത്രക്കളിപ്പാട്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളും കെട്ടുകല്യാണവും. ഭദ്രകാളി ക്ഷേത്രങ്ങളും കെട്ടുകല്യാണവും ബ്രാഹ്മണിപ്പാട്ട്. ബ്രാഹ്മണിപ്പാട്ട്. പാണന്മാർ തുയിലുണർത്തുപാട്ട്. പാണന്മാരുടേതാണ് തുയിലുണർത്തു പാട്ട്. കണ്ടവർക്കു പിറന്നോനെ കാട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിൻ്റെ അച്ചിയല്യോടാ. കണ്ടവർക്കു പിറന്നോനെ കാട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിൻ്റെ അച്ചിയല്യോടാ എന്ന് ചോദിക്കുന്നത് ഏത് കലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് കളിയിലാണ്? 7ാമത്ത് കളിയിലാണ്. 7ാമത്ത് കളിയിലാണ് കണ്ടവർക്കു പിറന്നോനെ. റിപ്പീറ്റഡ് ചോദ്യമാണ്. 7ാമത്ത് കളി അനുഷ്ഠാന കലയല്ല. അത് ഫോക്ലോറിലെ കളികളാണ്, കളിപ്പാട്ടുകളാണ്. യാത്രക്കളി,
സംഘക്കളി എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ പാട്ടുകളിൽ വരുന്നതാണ് ഏഴാമത്തെ കളി. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടേത് അല്ലാത്ത കൃതി. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടേത് അല്ലാത്ത കൃതി. മുഖദർശനം, ഉത്തര കേരളത്തിലെ തോറ്റം പാട്ടുകൾ, തിരുവർക്കാട് ഭഗവതി തോറ്റം, കേരള ഫോക്ലോർ. മുഖദർശനം, ഉത്തര കേരളത്തിലെ തോറ്റം പാട്ടുകൾ, തിരുവർക്കാട് ഭഗവതി തോറ്റം എന്നിവ എം വി വിഷ്ണു നമ്പൂതിരിയുടേതായിട്ടുള്ള കൃതികളാണ്. കേരള ഫോക്ലോർ എന്നുള്ളത് രാഘവൻ പയ്യനാടിൻ്റെ കൃതിയാണ്. കേരള ഫോക്ലോർ രാഘവൻ പയ്യനാടിൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, കണിയാൻ പാട്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കണിയാൻ പാട്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വർഗഭരം എന്നുള്ളതാണ് ഉത്തരമായി വരിക. വർഗഭരം. കണിയാൻ പാട്ട് വർഗഭരം. അതുപോലെ മാപ്പിളപ്പാട്ട് വർഗഭരത്തിലാണ് പെടുക. അതൊരു ചേരുംപടിയായിരുന്നു. മൂച്ചേട്ട പാട്ട് അനുഷ്ഠാനപരമാണ്. മൂച്ചേട്ട പാട്ട് അനുഷ്ഠാനപരമാണ്. തേക്കുപാട്ട് തൊഴിൽപരമാണ്. തേക്കുപാട്ട് തൊഴിൽപരമാണ്. അതുപോലെ മറ്റൊരു ചേരുംപടിയിലുണ്ടായിരുന്നത് കൂട്ടി എഴുതിയിട്ടുണ്ട് ഞാൻ. കുഞ്ചുതമ്പിപ്പാട്ട് വീരാപദാനപരം. കുഞ്ചുതമ്പിപ്പാട്ട് വീരാപദാനപരം. മാപ്പിളപ്പാട്ട് വർഗപരം. തോറ്റംപാട്ട് അനുഷ്ഠാനപരം. തോറ്റംപാട്ട് അനുഷ്ഠാനപരം. കറ്റപ്പാട്ട് തൊഴിൽപരം. കറ്റപ്പാട്ട് തൊഴിൽപരം. ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഏഴുകടലപ്പുറത്തിരുമ്പറയ്ക്കുള്ളിരുന്നാലും ഏഴുകടലപ്പുറത്തിരുമ്പറയ്ക്കുള്ളിരുന്നാലും എമരാജദൂതൻ വന്താലിലൈൻഡാൻ വിടുവാരോ. എമരാജദൂതൻ വന്താലിലൈൻഡാൻ വിടുവാരോ. ഏഴുകടലപ്പുറത്തിരുമ്പറയ്ക്കുള്ളിരുന്നാലും എമരാജദൂതൻ വന്താലിലൈൻഡാൻ വിടുവാരോ. ഇരവിക്കുട്ടി പിള്ളപ്പോരിൽ നിന്നുള്ള വരിയാണ്. ഇരവിക്കുട്ടി പിള്ളപ്പോര് തെക്കൻ പാട്ടാണ്. അതിൽ നിന്നുള്ള വരിയാണിത്. റിപ്പീറ്റഡ് ചോദ്യമാണ്. റിപ്പീറ്റഡ് എന്ന് പറയുന്നത് പ്രത്യേകം നോട്ടിഫൈ ചെയ്യുക. നിങ്ങൾ എഴുതുമ്പോൾ തന്നെ സൈഡിൽ എഴുതി വെക്കണം റിപ്പീറ്റഡ് എന്ന്. കറ്റക്കറ്റ കയറിട്ടു കയറോണ്ടഞ്ചു മടക്കിട്ടു നെറ്റിപ്പട്ടം മൊട്ടിട്ടു നേരെ വാതിൽക്കൽ നെയ് വെച്ചു. കറ്റക്കറ്റ കയറിട്ടു കയറോണ്ടഞ്ചു മടക്കിട്ടു നെറ്റിപ്പട്ടം മൊട്ടിട്ടു നേരെ വാതിൽക്കൽ നെയ് വെച്ചു. പൂവൊലിപ്പാട്ടിലെ വരിയാണ്. ഉണ്ണൊല്ല ഉറങ്ങൊല്ല ഉറങ്ങിയാൽ പിന്നുണരൊല്ല അടിക്കൊല്ല തളിക്കൊല്ല അടുപ്പിൽ തീയെരിക്കൊല്ല. ഉണ്ണൊല്ല ഉറങ്ങൊല്ല ഉറങ്ങിയാൽ പിന്നുണരൊല്ല അടിക്കൊല്ല തളിക്കൊല്ല അടുപ്പിൽ തീയെരിക്കൊല്ല. യാത്രകളിപ്പാട്ടാണ്. യാത്രകളിപ്പാട്ടിൽ നിന്നുള്ള വരിയാണ് ഇത്. കണ്ടവർക്കു പിറന്നോനെ കാട്ടുമാക്കാൻ പിടിച്ചോനെ കടവിൽ കല്യാണി നിൻ്റെ അച്ചിയല്യോടാ. ചേരുംപടിയിൽ നിന്നുള്ളതാണ് ഈ 4 എണ്ണം. ഏഴാമത്തെ കളിപ്പാട്ടാണ്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു. അടുത്തത്, നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ വീട്ടേക്ക് നല്ലൊരു മാനം തന്നെ വീരാളിപ്പട്ടുവിധാനത്തോടെ ആർത്തു വിളിച്ചു എടുപ്പിക്കേണ്ടു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയും അതൊരു വടക്കൻ പാട്ടിലെ വരിയാണ്. വടക്കൻ പാട്ടാണ്. നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ വീട്ടേക്ക് നല്ലൊരു മാനം തന്നെ വീരാളിപ്പട്ടുവിധാനത്തോടെ ആർത്തു വിളിച്ചു എടുപ്പിക്കേണ്ടു. ഇതുപോലെ ഒരു വരി ആധുനിക കാല കവികളിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വരികൾ എന്നുള്ള വീഡിയോയിലുണ്ട്. നേരിട്ട് വെട്ടി മരിച്ചെന്നാകിൽ കോഴിക്ക് നല്ലൊരു മാനം തന്നെ. അപ്പോൾ ഇതാരാണ് എഴുതിയതെന്നുള്ളത് നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടോ എന്നറിയണ്ടേ. ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചോ എന്നറിയാനാണ്. നേരിട്ട് വെട്ടി മരിച്ചെന്നാകിൽ കോഴിക്ക് നല്ലൊരു
മാനം തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വരി വടക്കൻ പാട്ടിലെ ആയിരുന്നു. അടുത്തത് വീരപത്നി എന്ന കൃതി ഏത് പാട്ട് വിഭാഗത്തിൽപ്പെടുന്നു? വീരപത്നി എന്ന കൃതി ഏത് പാട്ട് വിഭാഗത്തിൽപ്പെടുന്നു? പരിചമുട്ടു കളിപ്പാട്ട്. പരിചമുട്ടു കളിപ്പാട്ട്. അടുത്ത ചോദ്യം, കാളിയും ദാരികരുമായുള്ള പോരിന് പ്രാധാന്യമുള്ള കലാരൂപമേത്? കാളിയും ദാരികനുമായുള്ള പോരിന് പ്രാധാന്യമുള്ള കലാരൂപമേത്? മുൻപൊരു വേറൊരു ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. മുടിയേറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. മറുത്തുകളി ഏത് നാടോടിക്കലാ നിർവഹണവുമായി ബന്ധപ്പെട്ടതാണ്? മറുത്തുകളി ഏത് നാടോടിക്കലാ നിർവഹണവുമായി ബന്ധപ്പെട്ടതാണ്? മറുത്തുകളി വരുന്നത് പൂരക്കളിയിലാണ്. പൂരക്കളിയിലാണ് മറുത്തുകളി വരുന്നത്. അടുത്ത ചോദ്യം, ഏത് നാടൻ കലാരൂപത്തിലാണ് പർപ്പടകപ്പുല്ലിനെ കാഞ്ഞിരവള്ളി കൊണ്ട് മെടയുന്ന കെട്ടുകൾ ഉപയോഗിക്കുന്നത്? ഏത് കലാരൂപത്തിലാണ് പർപ്പടകപ്പുല്ലിനെ കാഞ്ഞിരവള്ളി കൊണ്ട് മെടയുന്ന കെട്ടുകൾ ഉപയോഗിക്കുന്നത്? കുമ്മാട്ടിയിലാണ്. കുമ്മാട്ടി. കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടെ വരാറുണ്ട്. കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് ആരെല്ലാം എന്നുള്ളൊരു ചോദ്യം കൂടി വരാറുണ്ട്. അത് ഞാൻ അടുത്തതായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പം ഈ ചോദ്യപേപ്പറിൽ തന്നെ ഉണ്ട്. കല്ലാട്ട് കുറുപ്പന്മാരുടെ കളമെഴുത്തുപാട്ട് എഴുതിയത് ആര്? കല്ലാറ്റ് കുറുപ്പന്മാരുടെ കളമെഴുത്തുപാട്ട് എഴുതിയത് ആര്? ബാബു മുണ്ടേക്കാട്ട്. ബാബു മുണ്ടേക്കാട്ട്. നാടോടി വിജ്ഞാനീയം എഴുതിയത് ആര്? നാടോടി വിജ്ഞാനീയം. ഇത് രണ്ടും ഒരു ചോദ്യമാണ്. കല്ലാറ്റ് കുറുപ്പന്മാരുടെ കളമെഴുത്തുപാട്ട്, നാടോടി വിജ്ഞാനീയം. ഈ കൃതികൾ എഴുതിയവരുടെ ഗണം യഥാക്രമം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നാടോടി വിജ്ഞാനീയം MV വിഷ്ണു നമ്പൂതിരിയാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞു കല്ലാറ്റ് കുറുപ്പന്മാരുടെ കളമെഴുത്തുപാട്ട് ബാബു മുണ്ടേക്കാട്ടാണ്. ബാബു മുണ്ടേക്കാട്ട്. വീണ്ടും ഒരു ചോദ്യം കൂടി, കാളിയും ദാരികനുമായുള്ള യുദ്ധം ആവിഷ്കൃതമാകുന്ന കലാരൂപം. കാളിയും ദാരികനുമായുള്ള യുദ്ധം ആവിഷ്കൃതമാകുന്ന കലാരൂപം. ഉത്തരം മുടിയേറ്റാണ്. വീണ്ടും അതേ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതുപോലെയുള്ള വേറൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ് കളിതൊഴൽ? ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ് കളിതൊഴൽ? പൂരക്കളിയുമായി ബന്ധപ്പെട്ടതാണ്. പൂരക്കളി. കുറച്ചു മുമ്പ് മറ്റൊരു നാടോടി കലാനിർവഹണം എന്ന രീതിയിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, മറുത്തുകളി. അപ്പോൾ മറുത്തുകളി, കളിതൊഴലൊക്കെ പൂരക്കളിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഒരു മാപ്പിളപ്പാട്ടിനെക്കുറിച്ചുള്ള ചേരുംപടിയാണ്. മലപ്പുറം പാട്ട് മോയിൻകുട്ടി വൈദ്യർ. മലപ്പുറം പാട്ട് എഴുതിയത് മോയിൻകുട്ടി വൈദ്യർ. നരിനായാട്ടുപാട്ട് പുലിക്കോട്ടിൽ ഹൈദർ. നരിനായാട്ടുപാട്ട് പുലിക്കോട്ടിൽ ഹൈദർ. കപ്പപ്പാട്ട് കുഞ്ഞായിൻ മുസ്ലിയാർ. കപ്പപ്പാട്ട് കുഞ്ഞായിൻ മുസ്ലിയാർ. മുഹ്യുദ്ദീൻ മാല ഘാസി മുഹമ്മദ്. മുഹ്യുദ്ദീൻ മാല ഘാസി മുഹമ്മദ്. മലനാടെങ്ങും പുകഴ്ക്കൊണ്ടെഴും ചന്ദിരത്തിൽ. മലനാടെങ്ങും പുകഴ്ക്കൊണ്ടെഴും ചന്ദിരത്തിൽ വമിഷം പെരുത്തിയിടും കൊച്ചയ്യ പണിക്കർ താൻ. വമിഷം പെരുത്തിയിടും കൊച്ചയ്യ പണിക്കർ താൻ. മാമാങ്കത്തു നാൾ ചെന്നു വാകയൂരകം പുക്കു. മാമാങ്കത്തു നാൾ ചെന്നു വാകയൂരകം പുക്കു. മരിപ്പുവെന്നു കൽപ്പിച്ചുടനെ പുറപ്പെട്ടു. മരിപ്പുവെന്ന് കൽപ്പിച്ചുടനെ പുറപ്പെട്ടു. ഇത് കണ്ടർമേനോൻ പാട്ടിൽ നിന്നാണ്. കണ്ടർമേനോൻ പാട്ട്. മലനാടെങ്ങും പുകഴ്ക്കൊണ്ടെഴും ചന്ദിരത്തിൽ വമിഷം പെരുത്തിയിടും കൊച്ചയ്യ പണിക്കർ താൻ. മാമാങ്കത്തു നാൾ ചെന്നു വാകയൂരകം പുക്കു. മരിച്ചുവെന്നു കൽപ്പിച്ചുടനെ പുറപ്പെട്ടു. കണ്ടർമേനോൻ പാട്ട്. ഇനി ചേരുംപടിയാണ് പറയുന്നത്.
മൂലമ്പോ മൂലമ്പോ മൂളം പോലച്ചെല് മൂലക്കിഴങ്ങിന് മൂന്നല്ലോ വള്ളി. മൂലമ്പോ മൂലമ്പോ മൂളം പോലച്ചെല് മൂലക്കിഴങ്ങിന് മൂന്നല്ലോ വള്ളി. വള്ളോൻ പാട്ടിലെ വരിയാണ്. വള്ളോൻ പാട്ടിലെ വരിയാണ്. പിറന്തതോർ പിള്ളയ്ക്ക് ചന്തമുള്ള തുലങ്കിയ കോവില പെരുമാളെൻറു പേര് കുറുമേ വിട്ടാൽ. പിറന്തതോർ പിള്ളയ്ക്ക് ചന്തമുള്ള തുലങ്കിയ കോവില പെരുമാളെൻറു പേര് കൂറിമേ വിട്ടാൽ. മന്നാൻ കൂത്ത്. മന്നാൻ കൂത്തിലെ വരിയാണ്. തന്നുടമ്പു പറിച്ച വേലനെ അമ്പിനൊടു പടച്ചതേ. തന്നുടമ്പു പറിച്ച വേലനെ അമ്പിനൊടു പടച്ചതേ. മങ്ക പാർവതി തൻ മാർവിട മമ്പിനൊടു പറിച്ചവൻ. മങ്ക പാർവതി തൻ്റെ മാർവിട മമ്പിനോട് പറിച്ചവൻ. തന്നുടമ്പു പറിച്ച വേലനെ അമ്പിനോട് പടച്ചതേ. മങ്ക പാർവതി തൻ്റെ മാർവിടമമ്പിനോട് പറിച്ചവൻ എന്ന് പറഞ്ഞത് പൂവാൻ കുരുന്നില തുള്ളലിലാണ്. പൂവാം കുരുന്നില തുള്ളലിലാണ്. പൂവാങ്കുരുന്നില തുള്ളൽ. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം ഈ ഭുവനം തന്നിലെ പ്രസിദ്ധമുള്ള നാട്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം ഈ ഭുവനം തന്നിലെ പ്രസിദ്ധമുള്ള നാട്. കുറത്തിപ്പാട്ടാണ്. കുറത്തിപ്പാട്ട്. നാടൻ പുരാവൃത്തത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ കുമ്മാട്ടിയുടെ തിരക്കഥ എഴുതിയത് ആരെല്ലാം? നാടൻ പുരാവൃത്തത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ കുമ്മാട്ടിയുടെ തിരക്കഥ എഴുതിയത് അരവിന്ദനും കാവാലവും. അരവിന്ദനും കാവാലവും ചേർന്നാണ്. ചേരുംപടിയാണ്. ഗദ്ദിക. ഗദ്ദിക, ചാറ്റ്, മുറംകുലുക്കിപ്പാട്ട്, കൂരാൻകളി. ഗദ്ദിക, ചാറ്റ്, മുറംകുലുക്കിപ്പാട്ട്, കൂരാൻകളി. മലയർ, കാടർ, കാണിക്കാർ, അടിയർ. മലയർ, കാടർ, കാണിക്കാർ, അടിയർ. ഗദ്ദിക അടിയന്മാരുടെയാണ്. അടിയർ. ഗദ്ദിക അടിയറാണ്. ചാറ്റ് കാണിക്കാരാണ്. ചാറ്റ് കാണിക്കാർ. മുറംകുലുക്കിപ്പാട്ട് മലയറാണ്. ഇത് 2 പ്രാവശ്യം ചോദിച്ചതാണ് ഈ ഒരു ചാറ്റൊക്കെ. കൂരാൻകളി കാടർ. അപ്പോൾ ചാറ്റ് എന്നുള്ളത് ചാറ്റ് നമുക്ക് സാധാരണ ചെയ്യുന്ന വാട്സപ്പ് ചാറ്റ് അങ്ങനെ ഓർത്താൽ തന്നെ കാണിക്കുക ചാറ്റ് കാണിക്കുക അങ്ങനെ ഓർത്ത് വല്ലതും വെച്ചിട്ട് കാണിക്കാരെ ഓർക്കുക. കൂരാൻകളി കാടർ. അടുത്ത ചോദ്യം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കാണിക്കാർ ഉപയോഗിക്കുന്ന വാദ്യോപകരണം. റിപ്പീറ്റഡ് ചോദ്യമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കാണിക്കാർ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? കൊക്കരയാണ്. കൊക്കരെ. ചാറ്റിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൊക്കരെ. അടുത്ത ചോദ്യം. തെയ്യത്തിൻ്റെ രൂപകൽപ്പനകളാൽ നിർമ്മിക്കപ്പെട്ട മുക്കോല പെരുമാൾ, ഭാവി, ഭൂതം, വർത്തമാനം എന്നീ ശില്പങ്ങൾ നിർമ്മിച്ചതാര്? തെയ്യത്തിൻ്റെ രൂപകൽപ്പനകളാൽ നിർമ്മിക്കപ്പെട്ട മുക്കോല പെരുമാൾ, ഭാവി, ഭൂതം, വർത്തമാനം എന്നീ ശില്പങ്ങൾ നിർമ്മിച്ചത് ആര്? കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണത് നിർമ്മിച്ചത്. ഡിസംബർ 2021 ചോദ്യമാണ് ഇനി പറയുന്നത്. ഹുനൈൻ എന്ന കാവ്യത്തിൻ്റെ കർത്താവ്. ഹുനൈൻ എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ആര്? മാളിയേക്കൽ കുഞ്ഞഹമ്മദ് സാഹേബ്. മാളിയേക്കൽ കുഞ്ഞഹമ്മദ് സാഹേബ്. 2021 ഡിസംബറിലെ ചോദ്യമാണ്. 2021 ഡിസംബറിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. രാമായണം ചക്രപ്പാട്ട്. രാമായണം ചക്രപ്പാട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? രാമായണം ചക്രപ്പാട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാമായണം ചക്രപ്പാട്ട്. ഒക്ടോബർ 2022
ചോദ്യപേപ്പറിൽ നിന്നുള്ള 2 ഷിഫ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. ഫോക്ലോറിൽ ടൈപ്പിന് മരിയ ലീച്ച് നൽകുന്ന നിർവചനം. ഫോക്ലോറിൽ ടൈപ്പിന് മരിയ ലീച്ച് നൽകുന്ന നിർവചനം എന്ത്? പരമ്പരാഗതവും സ്വതന്ത്ര നിലനിൽപ്പുള്ളതുമായ വാഗ്മയ രൂപം എന്നതാണ് ഉത്തരം. പരമ്പരാഗതവും സ്വതന്ത്ര നിലനിൽപ്പുള്ളതുമായ വാഗ്മയ രൂപം എന്നുള്ളതാണ് ഉത്തരം. അടുത്തത് ചേരുംപടിയായിരുന്നു. 2 പ്രാവശ്യം ചോദിച്ച ചേരുംപടിയാണ്. പാനേങ്കളി അനുഷ്ഠാന കല, പൂജഗദ്ദിക മന്ത്രവാദം, മടയരിയിടൽ, പരേതക്രിയ, പേടിതല്ലൽ, പ്രസവമറിയിക്കൽ ചടങ്ങ്. പാനേങ്കളി അനുഷ്ഠാന കല, പൂജഗദ്ദിക മന്ത്രവാദം, മടയരിയിടൽ, പരേതക്രിയ, പേടിതല്ലൽ, പ്രസവമറിയിക്കൽ ചടങ്ങ് എന്നിവയാണ് ചേരുംപടിയിലുണ്ടായിരുന്നത്. അടുത്തതും രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2. ഇത് ഞാൻ പുതിയ രീതിയിലുള്ള, അതായത് 2022 ഒക്ടോബറിൽ നടത്തിയതായതുകൊണ്ട്, റീസെൻ്റ് ആയതുകൊണ്ടാണ് പ്രസ്താവനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, സാധാരണ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് ഫോക്ലോർ പഠന വിധേയമാക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് ഫോക്ലോർ പഠന വിധേയമാക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഫോക്ലോർ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ സമരരൂപമാകുന്നു. ഫോക്ലോർ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ സമരരൂപമാകുന്നു. 2 പ്രസ്താവനകളും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. മന്നാൻ കൂത്തിൻ്റെ പ്രമേയം. മന്നാൻ കൂത്തിൻ്റെ പ്രമേയം എന്ത്? കണ്ണകി കോവിലൻ കഥയാണ്. മന്നാൻ കൂത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് കണ്ണകി കോവിലൻ കഥയാണ്. അടുത്ത ചോദ്യം, ഫാത്തിമ ബീവിയുടെ ഒഫാത്ത് മാല രചിച്ചത്. ഫാത്തിമ ബീവിയുടെ ഒഫാത്ത് മാല രചിച്ചത് ആര്? ആയിഷക്കുട്ടി. ആയിഷക്കുട്ടിയാണ് ഫാത്തിമ ബീവിയുടെ ഒഫാത്ത് മാല രചിച്ചത്. അടുത്തതൊരു ചേരുംപടിയാണ്. മുറംപിടിച്ചാട്ടം, മുട്ടുകാണി, മെയ്പയറ്റ്, മുപ്പാട്ട്. മുറംപിടിച്ചാട്ടം, മുട്ടുകാണി, മെയ്പയറ്റ്, മല്ലപ്പാട്ട്. മല്ലപ്പാട്ട് നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി. മല്ലപ്പാട്ട്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. മുറംപിടിച്ചാട്ടം സംഘക്കളി, മുട്ടുകാണി തലവൻ്റെ സ്ഥാനപ്പേര്, മെയ്പയറ്റ് കളരി, മല്ലപ്പാട്ട് തിരണ്ടുകുളി. മുറംപിടിച്ചാട്ടം സംഘക്കളി, മുട്ടുകാണി തലവൻ്റെ സ്ഥാനപ്പേര്, മെയ്പയറ്റ് കളരി, മല്ലപ്പാട്ട് തിരണ്ടുകുളി എന്നിവയാണ് ഉത്തരം. ഇനി ഫെബ്രുവരി 2023 ചോദ്യപേപ്പറാണ് പറയാൻ പോകുന്നത്. ഫെബ്രുവരി 2023. നാഞ്ചിനാട്ടിൽ രൂപം കൊണ്ട കലാപ്രസ്ഥാനം. നാഞ്ചിനാട്ടിൽ രൂപം കൊണ്ട കലാപ്രസ്ഥാനം വില്ലടിപ്പാട്ടാണ്. വില്ലടിപ്പാട്ട് ഒരു ജനതയുടെയും ദേശത്തിൻ്റെയും തനതു സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന നാടോടി ആഖ്യാന രൂപമാണ്. ഒരു ജനതയുടെയും ദേശത്തിൻ്റെയും തനതു സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന നാടോടി ആഖ്യാന രൂപമാണ് ഇക്കോ ടൈപ്പ്, ടെയിൽ ടൈപ്പ്, പ്രോട്ടോടൈപ്പ്, മോട്ടിഫ്. ഇക്കോ ടൈപ്പ്, ടെയിൽ ടൈപ്പ്, പ്രോട്ടോടൈപ്പ്, മോട്ടിഫ്. ഇക്കോ ടൈപ്പാണ് ഉത്തരം. ഞാൻ ഈ പുതിയ ചോദ്യപേപ്പറിൽ നിന്നുള്ള ഓപ്ഷനുകൾ പറയുന്നത്, അതിൽ ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം അത് ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കൊട്ടിച്ചകം പൂകൽ, നാലുപാദം, കൈമൾ എന്നിവ
ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കൊട്ടിച്ചകം പൂകൽ, നാലുപാദം, കൈമൾ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? പൂരക്കളി, തീയാട്ട്, സംഘക്കളി, ഏഴാമത്ത് കളി. പൂരക്കളി, തീയാട്ട്, സംഘക്കളി, ഏഴാമത്ത് കളി. ഉത്തരമായിട്ട് വരുന്നത് സംഘക്കളിയാണ്. ഉത്തരം സംഘക്കളി. ജൂൺ 2023 ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ജൂൺ 2023. താഴെ പറയുന്നവയിൽ മുടിയേറ്റിലെ വാദ്യങ്ങളേവ? താഴെ പറയുന്നവയിൽ മുടിയേറ്റിലെ വാദ്യങ്ങൾ ഏവ? ചെണ്ട, ഇലത്താളം, ചേങ്ങില, കൈമണി. ചെണ്ട, ഇലത്താളം, ചേങ്ങില, കൈമണി. ഇതിൽ കൈമണി ഒഴിച്ച് ബാക്കി മൂന്നും മുടിയേറ്റിലെ വാദ്യങ്ങളാണ്. ചെണ്ട, ഇലത്താളം, ചേങ്ങില. അടുത്തത് അറബി മലയാളത്തിൽ വരുന്ന കൃതികൾ ഏതെല്ലാം? അറബി മലയാളത്തിൽ വരുന്ന കൃതികൾ ഏതെല്ലാം? അവിടെ കൊടുത്തിരുന്ന ഉത്തരം കപ്പപ്പാട്ട്, ബദർ കിസ്സപ്പാട്ട്, ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ. കപ്പപ്പാട്ട്, ബദർ കിസ്സപ്പാട്ട്, ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ. ഇതിൻ്റെ ബാക്കി ഞാൻ പറയാത്തതിൻ്റെ കാരണം ജൂൺ 2023 എക്സ്പ്ലനേഷനായിട്ടുള്ള ചോദ്യോത്തര വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇതൊക്കെയും വൃത്തിയായിട്ട് ഞാൻ ഓരോന്നിനെക്കുറിച്ചും പറഞ്ഞ് വിശദീകരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ഓപ്ഷനും വിശദമാക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അടുത്തത് താഴെ പറയുന്നവയിൽ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത്. താഴെ പറയുന്നവയിൽ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത്: ചുട്ടികുത്ത്, പ്രാക്കെഴുത്ത്, വട്ടക്കണ്ണിട്ടെഴുത്ത്, കോയിപ്പൂവിട്ടെഴുത്ത്. കോയിപ്പൂവിട്ടെഴുത്ത്. ഉത്തരം ചുട്ടിക്കുത്തില്ല, പ്രാക്കെഴുത്ത്, വട്ടക്കണ്ണിട്ടെഴുത്ത്, കോയിപ്പൂവിട്ടെഴുത്ത്. ഈ മൂന്നെണ്ണമാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തുകൾ. അടുത്ത ചോദ്യം: നാടോടി കഥകളെ ഏകകാലികമായും ബഹുകാലികമായും ഘടനാപരമായും വിശകലനം ചെയ്യാൻ പ്രോപ്പ് കണ്ടെത്തിയ ഘടകമാണ്. നാടോടി കഥകളെ ഏകകാലികമായും ബഹുകാലികമായും ഘടനാപരമായും വിശകലനം ചെയ്യാൻ പ്രോപ്പ് കണ്ടെത്തിയ ഘടകമാണ് ഫങ്ഷൻ, മോട്ടീഫ്, ജനുസ്, ടെയിൽ ടൈപ്പ്. ഫങ്ഷൻ, മോട്ടീഫ്, ജനുസ്, ടെയിൽ ടൈപ്പ്. ഉത്തരം ഫങ്ഷൻ. ഉത്തരമായിട്ട് വരുന്നത് ഫങ്ഷനാണ്. അടുത്ത ചോദ്യം: വെൺമണി കലയണിന്തോൻ, വേദങ്ങൾ വേർതിരുത്തോൻ, അംബികയ്ക്കച്ഛനായോൻ, അരനെന്നും നാമം പൂണ്ടോൻ. വെൺമണി കലയണിന്തോൻ, വേദങ്ങൾ വേർതിരുത്തോൻ, അംബികയ്ക്കച്ഛനായോൻ, അരനെന്നു നാമം പൂണ്ടോൻ. ഏത് നാടോടി കലാരൂപത്തിലാണ് ഈ വിരുത്തം? ഏത് നാടോടി കലാരൂപത്തിലാണ് ഈ വിരുത്തമുള്ളത്? ഏഴാമത്ത് കളിപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, സംഘക്കളി, ഐവർ നാടകം. ഏഴാമത്ത് കളിപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, സംഘക്കളി, ഐവർ നാടകം. ഇതിൻ്റെ ഉത്തരം ഐവർ നാടകമാണ്. ഉത്തരം ഐവർ നാടകമാണ്. അടുത്ത ചോദ്യം: കോയിമ്പട നായർ കടന്നുവരുന്ന കലാരൂപം ഏത്? കോയിമ്പട നായർ കടന്നുവരുന്ന കലാരൂപം ഏത്? തെയ്യം, മുടിയേറ്റ്, സംഘക്കളി, പാങ്കളി. തെയ്യം, മുടിയേറ്റ്, സംഘക്കളി, പാങ്കളി. ഉത്തരം മുടിയേറ്റാണ്. മുടിയേറ്റിലാണ് കോയിമ്പട നായർ കടന്നു വരുന്നത്. ഇനി ഡിസംബർ 2023 ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഡിസംബർ 2023. തപ്പ് ഏത് കലാരൂപത്തിൻ്റെ അകമ്പടി വാദ്യമാണ്? തപ്പ് ഏത് കലാരൂപത്തിൻ്റെ അകമ്പടി വാദ്യമാണ്? മുടിയേറ്റ്, പടയണി, സർപ്പം തുള്ളൽ, തീയാട്ട്. മുടിയേറ്റ്, പടയണി, സർപ്പം തുള്ളൽ, തീയാട്ട്. ഉത്തരം പടയണിയാണ്. തപ്പ് പടയണിയിലാണ് ഉപയോഗിക്കുന്നത്.
അടുത്ത ചോദ്യം, നാടൻ പാട്ടുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നാടൻ പാട്ടുകളുടെ സവിശേഷതകൾ: വാമൊഴി വഴക്കം, അജ്ഞാത കർതൃകത്വം, താളാത്മകത, ലിഖിതപാഠം, പാഠഭേദത്വം. വാമൊഴി വഴക്കം, അജ്ഞാത കർതൃത്വം, താളാത്മകത, പാഠഭേദത്വം. ഇത്രയുമാണ് ഉത്തരം വരിക. ലിഖിതപാഠം നാടൻ പാട്ടുകൾക്കില്ല. വരമൊഴിയല്ല, വാമൊഴി വഴക്കമാണുള്ളത്. അടുത്ത ചോദ്യം, പഞ്ചവാദ്യത്തിൽ പെടുന്നവ. പഞ്ചവാദ്യത്തിൽ പെടുന്നവ: ചെണ്ട, തിമില, ഇലത്താളം, തുടി, ഇടയ്ക്ക. ചെണ്ട, തിമില, ഇലത്താളം, തുടി, ഇടയ്ക്ക. പഞ്ചവാദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനകത്തുള്ളത് തിമില, ഇലത്താളം, ഇടയ്ക്ക. തിമില, ഇലത്താളം, ഇടയ്ക്ക എന്നിവയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യ പ്രസാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകത്തിൻ്റെ ഗണം. ആദ്യ പ്രസാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകത്തിൻ്റെ ഗണം തന്നിരിക്കുന്നത്: ഫോക്ലോർ നിഘണ്ടു, വടക്കൻ പാട്ടുകളുടെ പണിയാല, കേരളത്തിലെ നാടോടി നാടകങ്ങൾ, ഗോത്രകലാവടിവുകൾ. ഫോക്ലോർ നിഘണ്ടു, വടക്കൻ പാട്ടുകളുടെ പണിയാല, കേരളത്തിലെ നാടോടി നാടകങ്ങൾ, ഗോത്രകലാവടിവുകൾ. ഉത്തരം വരിക: ആദ്യം വരുന്ന പുസ്തകം കേരളത്തിലെ നാടോടി നാടകങ്ങളാണ്. കേരളത്തിലെ നാടോടി നാടകങ്ങൾ ഒന്നാമതായിട്ട് വരും. രണ്ടാമതായി വടക്കൻ പാട്ടുകളുടെ പണിയാല വരും. വടക്കൻ പാട്ടുകളുടെ പണിയാല. പിന്നീട് ഫോക്ലോർ നിഘണ്ടു. അത് കഴിഞ്ഞ് ഗോത്രകലാ വടിവുകൾ. ഫോക്ലോർ നിഘണ്ടു, ഗോത്രകലാ വടിവുകൾ. ഇതാണതിൻ്റെ കാലക്രമം. അടുത്ത ചോദ്യം, കാളിദാരിക പുരാവൃത്തം അടിസ്ഥാനമാക്കിയുള്ള നാടൻ കലകൾ. കാളി ദാരിക പുരാവൃത്തം അടിസ്ഥാനമാക്കിയുള്ള നാടൻ കലകൾ: മുടിയെടുപ്പ്, അന്നം കെട്ട്, പൊറാട്ട് നാടകം, മുടിയേറ്റ്, കാളി നാടകം. മുടിയെടുപ്പ്, അന്നം കെട്ട്, പൊറാട്ട് നാടകം, മുടിയേറ്റ്, കാളി നാടകം. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരിക മുടിയെടുപ്പ്, മുടിയേറ്റ് എന്നിവയാണ്. മുടിയെടുപ്പും മുടിയേറ്റുമാണ് കാളിദാരിക പുരാവൃത്തത്തിൽ വരുന്നവ. ഇനി ഡിസംബർ 2023 മറ്റൊരു ചോദ്യമാണ്. പി കെ കാളൻ, കോഴിമുക്ക് നാരായണൻ ആചാരി, രാമചന്ദ്ര പുലവർ, സി ജെ കുട്ടപ്പൻ ഇവരൊക്കെ ഏതു മേഖലയിലാണ് പ്രസിദ്ധരായിരിക്കുന്നത് എന്നുള്ളതാണ്. പി കെ കാളൻ, കോഴിമുക്ക് നാരായണൻ ആചാരി, രാമചന്ദ്ര പുലവർ, സി ജെ കുട്ടപ്പൻ. അപ്പോൾ പി കെ കാളൻ ഗദ്ദികയിലാണ്. ഗദ്ദിക. കോഴിമുക്ക് നാരായണൻ ആചാരി ചുണ്ടൻ വള്ളം. ചുണ്ടൻ വള്ളം. രാമചന്ദ്ര പുലവർ തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്ത്. സി ജെ കുട്ടപ്പൻ നാടൻപാട്ട്. സി ജെ കുട്ടപ്പൻ നാടൻപാട്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. കാർക്കുഴലി എന്ന പേരിൽ പ്രസിദ്ധീകൃതമായ ജൂത പെൺപാട്ടുകളുടെ സമാകർത്താവാര്? കാർക്കുഴലി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധീകൃതമായ ജൂത പെൺപാട്ടുകളുടെ സമാകർത്താവാര്? അത് സമാഹരിച്ചതാര്? അത് സ്കറിയ സക്കറിയ സാറാണ്. സ്കറിയ സക്കറിയ. അടുത്ത ചോദ്യം, മുഹ്യുദ്ദീൻ മാലയുടെ കർത്താവാര്? മുഹ്യുദ്ദീൻ മാലയുടെ കർത്താവ് ഖാസി മുഹമ്മദ്. മുഹ്യുദ്ദീൻ മാലയുടെ കർത്താവ് ഖാസി മുഹമ്മദ്. ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഡിസംബർ 2023 ഉണ്ടായിരുന്നത്. അടുത്തത് ജൂൺ 2024 ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. ജൂൺ 2024 ആ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു. അതിലെ ചോദ്യങ്ങളാണ്. മുടിയേറ്റിലെ പ്രധാന വേഷങ്ങൾ. മുടിയേറ്റിലെ പ്രധാന വേഷങ്ങൾ: ദാരികൻ, കാളി, ഊരാളൻ, മഹാവിഷ്ണു, കോയിമ്പിടാര്. ദാരികൻ, കാളി, ഊരാളൻ, മഹാവിഷ്ണു, കോയിമ്പിടാര് എന്നിവയാണ് ഓപ്ഷനിലുണ്ടായിരുന്നത്. ഉത്തരം വരുന്നത് ദാരികൻ, കാളി, കോയിമ്പിടാര്. ദാരികൻ, കാളി, കോയിമ്പിടാര് എന്നിവരാണ്. അടുത്ത ചോദ്യം,
ഇറ്റലിക്കാരനായ പൗലിനോസ് പാതിരി 1791 പ്രസിദ്ധീകരിച്ച അഗഡിയ മലബാറിക്ക എന്ന ഗ്രന്ഥം എന്തിൻ്റെ സമാഹാരമാണ്? ഇറ്റലിക്കാരനായ പൗലിനോസ് പാതിരി 1791 പ്രസിദ്ധീകരിച്ച അഗഡിയ മലബാറിക്ക എന്ന ഗ്രന്ഥം എന്തിൻ്റെ സമാഹാരമാണ്? പഴഞ്ചൊല്ലുകളുടെ എന്നുള്ളതാണ് ഉത്തരം. മുൻപ് പറഞ്ഞിരുന്നല്ലോ, പഴഞ്ചൊല്ലുകളുടെ. അടുത്തത് കണ്ണപ്പൻ, പുറപ്പാട്, കറിശ്ലോകങ്ങൾ ഇവ ഉള്ളടക്കമാകുന്ന നാടൻ കലാരൂപമേത്? കണ്ണപ്പൻ, പുറപ്പാട്, കറിശ്ലോകങ്ങൾ ഇവ ഉള്ളടക്കമാവുന്ന നാടൻ കലാരൂപമേത്? ചിമ്മാനക്കളി, ഏഴാമത്ത് കളി, വട്ടമിരിപ്പ് കളി, സംഘക്കളി. ഉത്തരം സംഘക്കളിയാണ്. ഉത്തരം സംഘക്കളിയാണ്. അടുത്ത ചോദ്യം. തള്ള, ഹനുമാൻ, ഭൂതങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നാടൻ കലാരൂപം. തള്ള, ഹനുമാൻ, ഭൂതങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നാടൻ കലാരൂപം. അതിൻ്റെ ഉത്തരം കൊടുത്തിരുന്നത് കുമ്മാട്ടി, പൊറാട്ട്, പൂരക്കളി, കാക്കാരശ്ശി നാടകം. ഓപ്ഷനിൽ 4 കുമ്മാട്ടി, പൊറാട്ട്, പൂരക്കളി, കാക്കാരശ്ശി നാടകം എന്നിവയാണ്. ഇതിൻ്റെ ഉത്തരം കുമ്മാട്ടിയാണ്. കുമ്മാട്ടി നേരത്തെ ഒരു ചോദ്യം പറഞ്ഞിരുന്നു, 2 ചോദ്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഞാൻ. പർപ്പിടകപ്പുല്ല് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വള്ളി കൊണ്ട് കിട്ടുന്ന ഒരു ചോദ്യം വന്നിരുന്നു. അതുപോലെ കുമ്മാട്ടി എന്നുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതിയവരുടെ ഗണവും വന്നിരുന്നു. ഇത് തള്ള, ഹനുമാൻ, ഭൂതങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നാടൻ കലാരൂപം എന്നതാണ് കുമ്മാട്ടി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. വടക്കേ മലബാറിലെ വിഷ്ണുമൂർത്തി തെയ്യം ഏത് അവതാരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? വടക്കേ മലബാറിലെ വിഷ്ണുമൂർത്തി തെയ്യം ഏത് അവതാരത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? വാമനൻ, ബലരാമൻ, നരസിംഹം, പരശുരാമൻ. വാമനൻ, ബലരാമൻ, നരസിംഹം, പരശുരാമൻ. ഉത്തരം നരസിംഹമാണ്. ഉത്തരം നരസിംഹം. അടുത്ത ചോദ്യം. പുരാവൃത്തങ്ങളോടും, അതായത് മിത്ത്, യക്ഷിക്കഥകളോടും, ഫെയറി ടെയിൽസ്, രഹസ്യ ജ്ഞാനോപദേശങ്ങളോടും പ്രാഗ്രൂപങ്ങൾക്ക് സംബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത് ആര്? നിരൂപണത്തിൻ്റെ ഭാഗത്തും വരും, ഫോക്ലോറിൻ്റെ ഭാഗത്തും വരുന്ന ചോദ്യമാണ്. പുരാവൃത്തങ്ങളോടും യക്ഷിക്കഥകളോടും രഹസ്യജ്ഞാനോപദേശങ്ങളോടും പ്രാഗ്രൂപങ്ങൾക്ക് സംബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത് ആരാണ്? CG യുങ് ആണ്. CG യുങ്. ആദിപ്രരൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ വരുന്നത് CG യുങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്ടർ M ലീലാവതി ടീച്ചറാണ് CG യുങ്ങിൻ്റെ സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ. ഡോക്ടർ M ലീലാവതി ടീച്ചറാണ്. ഒക്ടോബർ 2022 ചോദ്യപേപ്പറിലെ ഒരു ചോദ്യം ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നില്ല. ബാലഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ആര് എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നൊരു ചോദ്യം തന്നെയാണ്. അത് വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുകയാണ്. 2004 ചോദിച്ചതിന് ശേഷം അത് പ്രസിദ്ധീകരിച്ചത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ബാലഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന ചേലനാട്ട് അച്യുതമേനോൻ്റെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഫോക്ലോറിൽ നിന്ന് ഇതുവരെ 2024 വരെ ഈ 20 വർഷങ്ങളായിട്ട് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റുകൾ ആദ്യകാലത്തെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ടവ ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റ് കൊണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.